CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ലായ, തൃക്കടീരി, വെള്ളിനേഴി പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചെറുപ്പുളശ്ശേരിയിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച് നശിപ്പിച്ചതിൽ ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കോൺഗ്രസിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് LDF മുനിസിപ്പൽ ചെയർമാൻ N. വേലുക്കുട്ടി. സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാ കോൺഗ്രസ് നേതാക്കളും തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നും വേലുക്കുട്ടി ആവശ്യപ്പെട്ടു. 2 വ്യത്യസ്ത കേസുകളിലായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. 2000 ഗ്രാമിലധികം സ്വർണമാണ് പിടികൂടിയത്. ഇതിന് വിപണിയിൽ 1,15 ലക്ഷം രൂപ വില വരും. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന MLA-മാർക്കെതിരെ കേസെടുക്കുന്ന സമീപനമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചെറുപ്പുളശ്ശേരിയിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതിയാണ് സർക്കാർ കിഫ്ബിയിലൂടെ നടത്തുന്നത്. സർക്കാർ സ്ഥാപനമായ KSF-യിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. ഈ അഴിമതി അവസാനിപ്പിക്കാൻ അടുത്ത മെയ് മാസത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. ധനകാര്യമന്ത്രിയുടെ വകുപ്പാണ് KSF. നേരത്തെ KSF നന്നായി നടന്ന സ്ഥാപനമാണ്. അപ്പൊ കള്ളച്ചിട്ടികൾ നടത്തുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു, ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്ന സ്വർണം ഇല്ലാതാവുന്നു. 34 ബ്രാഞ്ചുകളിൽ പരിശോധന നടത്തിയപ്പോൾ ഗുരുതരമായ തെറ്റുകൾ കണ്ടെത്തുന്നു. മുഖ്യമന്ത്രി അറിയാതെ ചെയ്യും. ഞാൻ വിജിലൻസിന്റെ മന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രിയോ വിജിലൻസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ അറിയാതെ ഒന്നുകിൽ നമ്മളെ അറിയിച്ചിട്ട് വിജിലൻസ് അന്വേഷിക്കും, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നമ്മളെ അറിയിക്കും. ഇതാണ് എൻ്റെ സിസ്റ്റം. കേരളത്തിലെ മുഖ്യമന്ത്രി 2 ദിവസമായിട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അഴിമതികൾ കണ്ടെത്തുന്ന കാര്യത്തിൽ വിജിലൻസ് കാണിക്കുന്ന ശുഷ്കാന്തിയാണോ അതോ തോമസ് ഐസക്കിനെ ഒതുക്കാൻ പിണറായി വിജയൻ ചെയ്യുന്ന കളിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അടുത്ത മെയ് മാസത്തിൽ കേരള ജനതയുടെ പിന്തുണയോടെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ അഴിമതിക്ക് മുഴുവൻ മറുപടി പറയേണ്ടി വരും. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന UDF MLA-മാർക്കെതിരെ കേസെടുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുകയാണെന്നും ചെന്നിത്തല ചെറുപ്പുളശ്ശേരിയിൽ പറഞ്ഞു. ഈ അഴിമതിക്ക് മുഴുവൻ നമ്മൾ മറുപടി പറയിക്കും. കേരളം ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു. അഴിമതിയും കൊള്ളയും നടത്തി ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ED കയറിയെന്നുള്ള വാർത്ത ആണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടത്. എല്ലാ അഴിമതികളും പുറത്തു വരട്ടെ. ഈ അഴിമതികൾക്കെതിരെ സംസാരിച്ചാൽ ഉടൻ തന്നെ പ്രതിപക്ഷ MLA-മാരുടെ പേരിൽ കേസെടുക്കും. എടുക്കട്ടെ. ഇടതുമുന്നണിയുടെ കൺവീനർ പറഞ്ഞു 1 ഡസൻ UDF MLA-മാരുടെ പേരിൽ കേസെടുക്കും. KM ഷാജി നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ സർക്കാരിനെതിരെ ഏറ്റവും നന്നായി പോരാടുന്ന വ്യക്തിയാണ്. ഇല്ലാത്ത എല്ലാ കേസും എടുത്തു. VD സതീശൻ MLA സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, കേസെടുത്തു. PT തോമസ് സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെയും അഴിമതികൾ ഓരോന്നും പുറത്തു കൊണ്ടിരുന്ന കേസെടുത്തു. ഓരോരുത്തരുടെ പേരിലും കേസെടുക്കുകയാണ്. 5 വർഷക്കാലം ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് മുഴുവൻ ഫയലും പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല കേസെടുക്കാൻ.
ഇപ്പൊ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കള്ള പരാതി, ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് ഒരാൾ കൊടുത്തപ്പോൾ അതിൽ പിടിച്ച് ഒരു അപേക്ഷ എഴുതി വാങ്ങിച്ച് അന്വേഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസെടുക്കാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. CCN ചെർപ്പുളശ്ശേരി. UDF ചെറുപ്പുളശ്ശേരി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ വികസന രേഖയുടെ പ്രകാശനവും നടന്നു. കഴിഞ്ഞ 5 വർഷം വളരെ നല്ല നിലയിൽ ഭരണം നടത്താൻ കഴിഞ്ഞ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ UDFന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്നും നെല്ലായ, തൃക്കടിരി, വെള്ളിനേഴി പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ചെർപ്പുളശ്ശേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തവണ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി 3-2 ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. തൊട്ടടുത്തുള്ള 2 പഞ്ചായത്തുകളും തൃക്കടിരി, നെല്ലായ, വെള്ളിനേഴി, ഈ 3 പഞ്ചായത്തിന് നല്ല വിജയമുണ്ടാകണം. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം. 5 വർഷത്തെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ചെയർപേഴ്സണെയും അന്നത്തെ മെമ്പർമാരെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. പുതിയ ഭരണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജനവിധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്രയും അഴിമതി വ്യാപകമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിന്റെ ആ അഴിമതി പണം പങ്കുവെക്കുന്ന തർക്കം ഇനിയും ഇടതുമുന്നണി തീർന്നിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ കഴിയില്ല. കാരണം 14 പഞ്ചായത്തിൽ CPM-ഉം CPI-യും തമ്മിൽ നേർക്ക് നേർ മത്സരമാണ്. ഇത് എന്ത് മുന്നണിയാണ്? ഇടതുപക്ഷത്തേക്ക് ചെന്ന് കയറിയ ആളുകൾ വരാന്തയിൽ നിൽക്കേണ്ട സ്ഥിതിയാണ്. UDF-ലാവുമ്പോൾ മാന്യമായി അവർക്ക് എല്ലാ സൗകര്യവും സഹായവും സീറ്റൊക്കെ കൊടുത്ത് അവരെ നമ്മൾ പരിപാലിച്ചിരുന്നു. നമ്മളെ വിട്ടുപോയ ആളുകൾ പാലക്കാട് ജില്ലയിൽ, മറ്റു ജില്ലയിൽ എനിക്കറിയില്ല, അകത്തിട്ട് കയറിയിട്ടുമില്ല, എന്നാൽ പുറത്താണെന്ന് പറയാനും കഴിയില്ല. അങ്ങനെ വഴിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഒരു 25 സജീവ സഖാക്കൾക്കെങ്കിലും ഞാൻ മാലയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെർപ്പുളശ്ശേരിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പരിസരത്തുള്ള പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നേടുന്നതിനുള്ള പോരാട്ടം നടത്തണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മുനിസിപ്പാലിറ്റി ഒഴിച്ച് പഞ്ചായത്തുകളിൽ 3 സ്ഥാനാർത്ഥിയാണ്. അത് അവനാൻ്റെ തടി എന്ന് പറഞ്ഞ് ഒറ്റ വോട്ട് പിടിക്കരുത്. ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വോട്ട് നോക്കിയിട്ടാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകന്മാർ അടുത്ത നിയമസഭയിൽ ആരാണ് ജയിക്കുക എന്ന് കണക്കുകൂട്ടുക. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം, ജില്ലാ സെക്രട്ടറി KK ആസീസ്, O വിജയകുമാർ, T ഹരിശങ്കർ, ശ്രീലജ വാഴക്കുന്നത്ത്, KM ഇസ്ഹാഖ്, M അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ചെർപ്പുളശ്ശേരി, നെല്ലായ, തൃക്കടിരി, വെള്ളിനേഴി എന്നിവിടങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാട്ടുകൽ 55-ാം മൈലിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി വാഹന വേഗത നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് ഇടിച്ചു തകർത്തു. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ 55-ാം മൈലിലാണ് നിയന്ത്രണം വിട്ട ലോറി വാഹന വേഗത നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് ഇടിച്ചു തകർത്തത്. കോഴിക്കോട് ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന മിനി കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തെരുവു നായ്ക്കൾ കുറുകെ ചാടിയതാണ് വാഹനം നിയന്ത്രണം വിടാൻ കാരണമെന്ന് നാട്ടുകൽ പോലീസ് പറഞ്ഞു. വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നാണ് അപകട സ്ഥലത്തു നിന്നും മിനി ലോറി മാറ്റിയത്. മാസങ്ങൾക്ക് മുൻപ് ചരക്ക് ലോറി നിരീക്ഷണ ക്യാമറയുടെ മുൻവശത്തെ പോസ്റ്റിൽ നിയന്ത്രണം വിട്ട് ഇടിച്ചതിനെ തുടർന്ന് തൂൺ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ദേശീയപാതയിൽ അപകടങ്ങൾ കുറയ്ക്കാനും വാഹനങ്ങളുടെ വേഗതയ്ക്ക് കടിഞ്ഞാണിടാനും ദേശീയപാതയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ പാലോട് 8-ാം വാർഡിലെ തിരഞ്ഞെടുപ്പിന് ഇത്തവണ പ്രത്യേകതയുണ്ട്. പഞ്ചായത്തിലെ വനിതാ വാർഡായി ഇവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എങ്കിലും 3 സ്ഥാനാർത്ഥികളും പരസ്പരം ബന്ധുക്കളാണ് എന്നതാണ് പ്രത്യേകത.
പഞ്ചായത്തിലെ വനിതാ വാർഡായ ഇവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എങ്കിലും 3 സ്ഥാനാർത്ഥികളും പരസ്പരം ബന്ധുക്കളാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂത്തുപറമ്പിൽ സതി ജയനാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി CP ജയ ടീച്ചറാണ് മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി KP മിനിജ പ്രകാശാണ് മത്സരിക്കുന്നത്. 3 പേരും ബന്ധുക്കളും താമസവും അടുത്തടുത്തു തന്നെയാണെങ്കിലും രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത ആദർശങ്ങളാണ്. എന്നിരുന്നാലും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കാത്തുസൂക്ഷിക്കുന്നവരുമാണ്. എങ്കിലും 3 പേരും കടുത്ത മത്സരത്തോടെയാണ് വോട്ടുപിടുത്തം. ഞാൻ ജയ CP 8ാം വാർഡ് പാലോടിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് മത്സരിക്കുന്നത്. എൻ്റെ എതിർകക്ഷികൾ ബന്ധുക്കളാണ്. രാഷ്ട്രീയപരമായ ആശയത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. മറ്റെല്ലാ തരത്തിലും ഞങ്ങൾ ബന്ധുക്കളാണ്. പിന്നെ എൻ്റെ ഈ 8ാം വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശം എന്ന് പറയുന്നത് കല്ലിത്തൊടി, കാഞ്ഞിരം, മൈലമ്പള്ളി, നെല്ലിക്കുന്ന്, കാരാട്, കിഴക്കുംപുറം, പഴഞ്ചേരി, കൂത്തുപറമ്പ് എന്നീ പ്രദേശങ്ങളാണ്. ഇതിലൊരു 2 റൗണ്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 3ാം ഘട്ടത്തിൻ്റെ പര്യടനത്തിലാണ്. സ്ഥാനാർത്ഥികളിൽ സതിയും മിനിജയും കന്നിയംഗക്കാരാണ്. എന്നാൽ ജയ ടീച്ചറാകട്ടെ 2ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ചനാട്ടേര പഞ്ചായത്തിലെ 8ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈപ്പത്തിയിലാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. LDFിൽ മത്സരിക്കുന്നത് എൻ്റെ വല്യമ്മയുടെ മരുമകളും BJPയിൽ ചെറിയച്ഛന്റെ മരുമകളുമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF വിജയക്കൊടി പാറിച്ച വാർഡ് ഇത്തവണ വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് CPM പ്രവർത്തകർ. എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ എങ്ങനെയും ഇത്തവണ വാർഡ് പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. എന്നാൽ BJP ആകട്ടെ ശക്തമായ തന്ത്രങ്ങളുമായി നാട്ടുകാരുടെ ഇടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി ഇപ്പം ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ വിചാരിക്കും പോലെ ചാനൽ ചർച്ചയിൽ പറയും പോലെ ഏതോ എക്കണോമിക്കലി ഫോർവേഡ് വാർഡല്ല ഇവിടെ. കേരളത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പരിസ്ഥിതി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചത് ചാനൽ ചർച്ചയിൽ പറയണതൊക്കെ അബ്സല്യൂട്ട്ലി ട്രൂത്താണെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഇവിടെ. ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയും. ഒരു ആംബുലൻസ് പോയാൽ തന്നെ രോഗി അവിടെ എത്തുമെന്നറിയില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ 3 പേരും അയൽവാസികളുമായതോടെ ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ള ചിന്തയിലാണ് നാട്ടുകാർ. വീറും വാശിയോടും കൂടി മത്സരിക്കുന്ന 3വരും നാട്ടുകാർക്ക് സുപരിചിതമാണ്. കുടുംബക്കാരായ മറ്റു 2 പേരോടൊപ്പം കിടപിടിച്ചു നിൽക്കാനാണ് BJP സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. മത്സര രംഗത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് 3വർക്കുമുള്ളതെങ്കിലും അവരുടെ സൗഹൃദത്തിനും സ്നേഹത്തിനും ഒരിക്കലും മങ്ങലേൽക്കില്ല എന്നാണ് 3വരും തറപ്പിച്ചു പറയുന്നത്. എന്നാൽ അയൽവാസികളായ 3വരിൽ ആര് വിജയിക്കുമെന്നത് കണ്ടറിഞ്ഞു തന്നെ കാണണമെന്ന് നാട്ടുകാരും പറയുന്നു. CCN ചെത്തല്ലൂർ. വളരെ ചുരുങ്ങിയ വിലയിൽ ഗുണമേന്മയുള്ള തുണികളുടെ ശേഖരവുമായി നാട്ടുകലിൽ അണ്ണാത്തോടിയിൽ പ്രൈസ്ലെസ് ഡ്രസ് കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമത്തിലെ ആളുകൾക്ക് തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ തുന്നൽ പരിശീലനവും പ്രൈസ്ലെസ് നൽകി വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വിലയിൽ ഗുണമേന്മയുള്ള തുണികളുടെ ശേഖരവുമായി നാട്ടുകലിലെ അണ്ണാംതൊടിയിൽ പ്രൈസ്ലെസ് ഡ്രസ് കളക്ഷൻ എന്ന മിനി ടെക്സ്റ്റൈൽസ് പ്രവർത്തനം ആരംഭിച്ചു. നൈറ്റികൾ, ടോപ്പുകൾ, ലെഗിൻസ്, പലാസ, പാട്ടിയാല, ലേഡി ഇന്നർവെയർ, കുട്ടികൾക്ക് ആവശ്യമായ ഉടുപ്പുകൾ, ചുരിദാർ മെറ്റീരിയൽ, ടീഷർട്ട് ഫോർ ജെന്റ്സ്, ലേഡീസ് ഡെയിലി വെയർ എന്നിവയ്ക്കും ഇവിടെ സമീപിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ തുന്നൽ പരിശീലനവും ഇവിടെ നൽകി വരുന്നുണ്ട്. ടൗണിലെ കടകളെ അപേക്ഷിച്ച് ഗ്രാമത്തിലെ ആളുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തുണിത്തരങ്ങൾ നൽകുമെന്നും കടയുടമ ഹനീഫ് പറഞ്ഞു. CCN ചെത്തല്ലൂർ. കർഷകരുടെ ആവശ്യപ്രകാരം കാഞ്ഞിരപ്പുഴ ഇടതു കനാൽ തുറന്നെങ്കിലും ഉടൻ തന്നെ അടച്ചു.
കനാലിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെന്ന് പറഞ്ഞാണ് വെള്ളം നിർത്തിയത്. ഇതോടെ കനാൽ വെള്ളം പ്രതീക്ഷിച്ചു നിൽക്കുന്ന നെൽകർഷകർ അങ്കലാപ്പിലായിരിക്കുകയാണ്. കർഷകരുടെ ആവശ്യപ്രകാരം രാവിലെ കാഞ്ഞിരപ്പുഴ ഇടത് കനാൽ തുറന്നെങ്കിലും ഉടൻ തന്നെ അടയ്ക്കുകയും ചെയ്തു. കനാലിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെന്ന് പറഞ്ഞാണ് വെള്ളം നിർത്തിയത്. ഇതോടെ കനാൽ വെള്ളം പ്രതീക്ഷിച്ചു നിൽക്കുന്ന നെൽകർഷകർ അങ്കലാപ്പിലായിരിക്കുകയാണ്. കനാലിൽ രണ്ടു ഭാഗത്ത് ചോർച്ചയുള്ളത് അടയ്ക്കാൻ കഴിയാത്തതാണ് ജലവിതരണം നിർത്താൻ കാരണമായത്. മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട തെക്കുംപുറം നെല്ലിക്കുന്ന് ഭാഗത്തെ ചോർച്ച അടയ്ക്കാൻ അധികൃതർ യാതൊരു നടപടിയും നടത്തിയിട്ടില്ല. പൊന്നങ്ങോട് ഭാഗത്തെ ചോർച്ച അടയ്ക്കുന്ന പണി ഒച്ചിന്റെ വേഗതയിലാണ് നടക്കുന്നത്. ഇത് രണ്ടും പൂർത്തീകരിച്ചാൽ മാത്രമാണ് വെള്ളം വിടാൻ കഴിയൂ. കൃഷി ആവശ്യത്തിന് വെള്ളം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് 27-ന് കാഞ്ഞിരപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇതനുസരിച്ച് വലത് കനാലിൽ 28-ന് വെള്ളം തുറന്നുവിട്ടു. ഇടത് കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നുവിടുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വെള്ളം തുറന്നുവിടുന്നതിനായി കനാലിന്റെ തകർച്ചയുള്ള ഭാഗങ്ങൾ താൽക്കാലികമായി പോലും നന്നാക്കിയിട്ടില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവൃത്തികൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നതെന്ന് തച്ചമ്പാറ വികസനവേദി ആരോപിക്കുന്നു. കാഞ്ഞിരപ്പുഴ ഇടത് കനാലിനെ ആശ്രയിച്ച് നെൽകൃഷി ഇറക്കിയ ഭാഗങ്ങളിലെല്ലാം മഴയില്ലാത്തതിനാൽ ഉണക്കുഭീഷണി നേരിടുകയാണ്. ഇതേ തുടർന്ന് കർഷകരുടെ ആവശ്യപ്രകാരം തിങ്കളാഴ്ച വെള്ളം തുറന്നുവിടാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ വെള്ളം തുറന്നുവിടുകയും അപ്പോൾ തന്നെ അടയ്ക്കുകയും ചെയ്തു. ഇനി എന്ന് തുറന്നുവിടുമെന്ന് യാതൊരു ധാരണയുമില്ല. തച്ചമ്പാറ പഞ്ചായത്തിൽ ചൂരിയോട് നെൽപ്പാടമടക്കം ഈ വർഷം ഇറക്കിയ കൃഷികളെല്ലാം മഴയില്ലാത്തതിനാൽ ഉണക്കുഭീഷണിയിലാണ്. കനാൽ വെള്ളം വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി LDF കൺവെൻഷൻ നടന്നു. CPI ഒഴികെ മറ്റു ഘടകകക്ഷി പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്തു. കൺവെൻഷൻ ഷൊർണൂർ MLA PK ശശി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭ LDF കൺവെൻഷൻ നടന്നു. CPI ഒഴികെയുള്ള മറ്റു ഘടകകക്ഷി പ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്തു. കൺവെൻഷൻ ഷൊർണൂർ MLA PK ശശി ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാണെന്ന മിഥ്യാധാരണകളെ തകർത്തതുകൊണ്ട് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ 4.5 വർഷക്കാലത്ത് ഈ കേരള സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ ഞാൻ ഓരോന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്ത് കോൺഗ്രസും BJPയും ബായി ബന്ധമാണ്. അതിന്റെ തുടർച്ചയാണ് മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു വാർഡിൽ BJPക്കും മറ്റൊരു വാർഡിൽ കോൺഗ്രസിനും സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല. അത്ഭുതകരമായി സ്ഥാനാർത്ഥി ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിടാൻ മറന്നുപോയി. ഒപ്പിടാൻ മറന്നുപോയി. സ്ഥാനാർത്ഥിയുടെ കോളത്തിൽ ഒപ്പിടേണ്ട കോളത്തിൽ സ്ഥാനാർത്ഥി ഒപ്പിടാൻ മറന്നുപോയി. അപ്പൊ സ്ഥാനാർത്ഥി ഇല്ലാതായി. അപ്പൊ ഡെമ്മിയില്ല. അപ്പൊ BJP സ്ഥാനാർത്ഥി മാത്രം. തൊട്ടപ്പുറത്ത് 7-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഇതേ അപകടം പറ്റി. പാവം ഒപ്പിടാൻ മറന്നുപോയി. അവിടെയും ഡെമ്മിയില്ല. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇപ്പോഴത്തെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അളിയനും അളിയനയിക്കുന്ന നടപ്പ്. RSSും കോൺഗ്രസും എന്ന് പറയുന്നത് രണ്ടല്ല, ഒന്നാണെന്ന് മനസ്സിലാക്കണം. തുടർന്ന് N ഷംസുദ്ദീൻ MLAക്ക് PK ശശി മറുപടി പറഞ്ഞു. നഗരസഭയിലെ ഭരണമാറ്റം ലീഗിലെ ചിലർ ആഗ്രഹിക്കുന്നുവെന്ന് താൻ സ്വപ്നം കണ്ടതല്ല. അലനല്ലൂർ അത്താണിപ്പടിയും മണ്ണാർക്കാട് നമ്പിയങ്കുന്നും പരിശോധിച്ചാൽ ഇത് മനസ്സിലാവുമെന്നും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നത് മണ്ണാർക്കാട് മാറ്റം ആഗ്രഹിക്കുന്ന ലീഗ് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു. PK ശശി MLA സ്വപ്നം കണ്ടതായിരിക്കും എന്നല്ലേ പറഞ്ഞത്. PK ശശി MLA സ്വപ്നം കണ്ടതല്ല. ഇന്നലെ ചേർന്ന് നമ്പിയങ്കുന്ന് പൊതുയോഗത്തിൽ മനസ്സിലാക്കാൻ അതൊന്ന് വരേണ്ടതായിരുന്നു. അലനല്ലൂർ വരേണ്ടതായിരുന്നു. അലനല്ലൂർ കാട്ടുകുള്ള അത്താണിപ്പടിയിൽ ലീഗിന്റെ മാത്രമുള്ള കോട്ടയാണത്. അവിടെ നിന്ന് വരേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ രാവിലെ ചോദ്യം കൊടുക്കും. ആ വഴിക്ക് ഒരു അനൗൺസ്മെന്റ് പോയാൽ പൂജുന്ന സ്ഥലം ഈ കാട്ടോട് അത്താണിപ്പടി സ്ഥലം. അവിടെയൊക്കെ എത്ര ചെറുപ്പക്കാരെ എത്ര ആളുകളായി ഈ പാർട്ടിയിലേക്ക് വരുന്നത്. ഇപ്പൊ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 29 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഞങ്ങൾക്ക് മാത്രം അതിന് കഴിയില്ല. സജീവമായി ഇവിടെ അണിനിരക്കുന്നത് എവിടെ നോക്കിയാലും ശരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വാർഡും എടുത്ത് പരിശോധിച്ചു. എത്രയെത്ര കോൺഗ്രസുകാർ, എത്രയെത്ര മുസ്ലിം ലീഗുകാർ ഈ നാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മുന്നണിയുടെ വിജയത്തിന് മുഴുവൻ ഇടതുപക്ഷത്തുകാരും കൂടെ ഉണ്ടാകണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്നും PK ശശി കൂട്ടിച്ചേർത്തു. 29 സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാ ഇടതുപക്ഷക്കാരും എല്ലാ ഇടതുപക്ഷക്കാരും ഇതിന്റെ ഈ മാറ്റത്തിന്റെ കൂടിയാണ് നിൽക്കേണ്ടത്. എല്ലാവരും അങ്ങനെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ആരെയും പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല.
ചടങ്ങിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. നേതാക്കളായ KP ജയരാജ്, TK സുബ്രഹ്മണ്യൻ, ജോസ് ജോസഫ്, റസാഖ് മൗലവി, UT രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. 2 വ്യത്യസ്ത കേസുകളിലായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. 2000 ഗ്രാമിലധികം സ്വർണമാണ് പിടികൂടിയത്. ഇതിന് വിപണിയിൽ 1,15,00,000 രൂപ വില വരും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിക്ക് ദുബായിൽ നിന്നും കോഴിക്കോടെത്തിയ സ്പൈസ് ജെറ്റ് ഫ്ലൈറ്റ് SG 141-ലെത്തിയ മലപ്പുറം സ്വദേശി സലാമിൽ നിന്നാണ് സ്വർണ്ണ മിശ്രിതം പിടികൂടിയത്. 1568.2 ഗ്രാം സ്വർണ്ണ മിശ്രിതം ഹാൻഡ് ബാഗേജിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഇതേ വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നാണ് ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കണ്ട 1262.20 ഗ്രാം സ്വർണ്ണ മിശ്രിതവും പിടികൂടിയത്. CCN മലപ്പുറം. കരുവാരക്കുണ്ടിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കിഴക്കേത്തലയിൽ പ്രവർത്തനം തുടങ്ങിയ ഓഫീസ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി ആണെങ്കിലും അത് 140 പേരിൽ ഒതുങ്ങും. എന്നാൽ ത്രിതല പഞ്ചായത്തിലേക്ക് ഇപ്പം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള കേരളത്തിലെ ബാക്കി എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ മൊത്തമായി 21,865 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രക്രിയയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള ഒട്ടേറെ ജനോപകാരപ്രദമായ നടപടികളും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തുകളെ ഒരു പ്രാദേശിക സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ കണ്ടുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ രീതിയിലുള്ള പദ്ധതി വിഹിതമടക്കം നൽകിക്കൊണ്ടുമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ LDF-നായി മത്സരിക്കുന്ന 21 വാർഡ് സ്ഥാനാർത്ഥികൾ, 2 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, 1 ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി എന്നിവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. യോഗത്തിൽ MK കബീർ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. CCN മഞ്ചേരി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ചിത്രം തെളിഞ്ഞതോടെ മഞ്ചേരി നഗരസഭയിൽ കുട ചിഹ്നത്തിൽ മത്സരിക്കുന്നത് 31 സ്ഥാനാർത്ഥികൾ. നഗരസഭയിൽ കുട ട്രെൻഡാവുമ്പോൾ ചില വാർഡുകളുടെ അതിർത്തികളിൽ ഇത് വോട്ടർമാർക്ക് ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട്. മഞ്ചേരി നഗരസഭയിലെ 50 വാർഡുകളിലായി 152 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 31 പേരും കുടച്ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പകുതിയോളം പേരും. കൂടാതെ പൊതു സ്വതന്ത്രർക്കും ഇതേ ചിഹ്നം ലഭിച്ചിട്ടുണ്ട്. ഒരു വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും തൊട്ടടുത്ത വാർഡുകളിൽ മറ്റു സ്വതന്ത്രരും ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. 12-13 വാർഡുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കുടയുടെ പേരിൽ വോട്ട് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് 15-ാം വാർഡിൽ മറ്റൊരു സ്വതന്ത്രനും ഇതേ ചിഹ്നം ലഭിച്ചിട്ടുണ്ട്. വാർഡ് 16-ൽ LDF സ്ഥാനാർത്ഥിയുടെ അപരന് ലഭിച്ച ചിഹ്നവും കുടയാണ്. 17-ാം വാർഡിൽ UDF പൊതു സ്വതന്ത്രന്റെ ചിഹ്നവും കുട തന്നെ. 21-ലെ സ്വതന്ത്രനും 23-ലെ ഇടതു സ്വതന്ത്രയും 25-ലെ UDF പൊതു സ്വതന്ത്രയും മത്സരിക്കുന്നത് കുട ചിഹ്നത്തിലാണ്. മൊബൈൽ ഫോൺ, ആപ്പിൾ ടെലിവിഷൻ, ഫുട്ബോൾ, ടോർച്ച് തുടങ്ങി ഒട്ടേറെ ചിഹ്നങ്ങളുണ്ടെങ്കിലും ഔദ്യോഗിക പാർട്ടി ചിഹ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇത്തവണത്തെ താരം കുട തന്നെയാണ്. CCN മഞ്ചേരി. രാഹുൽ ഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച് നശിപ്പിച്ചതിൽ ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കോൺഗ്രസിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് LDF മുനിസിപ്പൽ ചെയർമാൻ N വേലുക്കുട്ടി. സംഭവത്തിന് ഉത്തരവാദികളായ എല്ലാ കോൺഗ്രസ് നേതാക്കളും തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വേലുക്കുട്ടി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ കിറ്റുകൾ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി VA കരീം, KPCC അംഗം ആര്യാടൻ ഷൌക്കത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപിനാഥ്, മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മഹബൂബ് എന്നിവരാണ് കിറ്റ് വിതരണം ചെയ്യാൻ നേതൃത്വം നൽകിയിരുന്നത്. കിറ്റ് നശിച്ച സംഭവത്തിൽ പാലോളി മഹബൂബ് മാത്രം രാജിവെച്ചത് മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ്. എല്ലാവർക്കുമെതിരെ നടപടി വേണം. സംഭവത്തിന് ഉത്തരവാദികളായവരെല്ലാം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണം ും വേലുക്കുട്ടി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാനാണ് കിറ്റുകൾ പൂഴ്ത്തിവെച്ചത്. നിലമ്പൂരിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ചിട്ടുണ്ടെന്നും വേലുക്കുട്ടി ആരോപിച്ചു. കോൺഗ്രസിന്റെ കൊള്ള പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ഒരു കസേരട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ കൊടുക്കല്ലേ, ഇവരല്ലേ ഇതിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ ഇരുന്നിരുന്ന ഈ മൂന്നാളുകളല്ലേ. പിന്നെ പാലോളി മാത്രം കോൺഗ്രസ്
മണ്ഡലം അല്ല മുനിസിപ്പൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് എന്താ കാര്യം? അതൊരു നാടകല്ലേ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഒരു സംശയമില്ല. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരം ഒരു സന്ദർഭത്തിൽ അത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പല കേന്ദ്രങ്ങളിലും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതിപ്പോ കണ്ടെത്തിയതല്ലേ. CCN മഞ്ചേരി. LDF ആലിപ്പറമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം CH ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്നും ഓരോ വീട്ടിലും സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്നും CH ആഷിഖ് പറഞ്ഞു. ഒട്ടനവധിയുള്ള പദ്ധതികൾ ഇവിടെ വെളിച്ചങ്ങളുണ്ട്. പൈപ്പ് ലൈനിൽ കൂടി ഗ്യാസ് പോയി തുടങ്ങി. ദേശീയപാത വികസിപ്പിക്കുന്നതിന് സ്ഥലമേറ്റെടുത്തു കൊടുത്തു. തീരദേശ പാത ഏതാണ്ട് യാഥാർത്ഥ്യമായി വരുന്നു. അവിടെ ഇവിടെയൊക്കെ ചില കൂട്ടിച്ചേർക്കലുകളെ മാറ്റിയുള്ളൂ. എല്ലാവർക്കും വീടുകൾ എന്ന പദ്ധതി അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ 5 വർഷം മുമ്പുള്ളതാണോ ഇന്നത്തെ സ്കൂള്? 5 വർഷം മുമ്പുള്ള കോളേജാണോ ഇപ്പോഴുള്ളത്? 5 വർഷം മുമ്പുള്ള കോലത്തിലാണോ നമ്മുടെ പ്രധാനപ്പെട്ട പാതകൾ ഇപ്പോൾ ഉള്ളത്? ആനമങ്ങാട് നടന്ന LDF ആലിപ്പറമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന് U അജയൻ സ്വാഗതം പറഞ്ഞു. ഷൗക്കത്ത് അലി അധ്യക്ഷനായി. CPI ജില്ലാ കൗൺസിൽ അംഗം ബാബുരാജ്, DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റും ആലിപ്പറമ്പ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ ശ്യാം പ്രസാദ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയും AISF ജില്ലാ പ്രസിഡന്റുമായ അഫ്സൽ പന്തല്ലൂർ, ആനമങ്ങാട് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഗിരിജ ടീച്ചർ, കുന്നക്കാവ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി തൂളിയത്ത് ഷൗക്കത്ത്, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളും മറ്റു പാർട്ടി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ UDF സ്ഥാനാർത്ഥി കുടുംബസംഗമം നടന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSFE റെയ്ഡ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും പരസ്പരം കലഹിക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. ദൗർഭാഗ്യവശാൽ ആ പെരിന്തൽമണ്ണ കഴിഞ്ഞ കുറേ ദശകക്കാലമായി ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല ഭരണസാരഥ്യം. ഒരു സത്യസന്ധമായ വിമർശനത്തിനും ആത്മപരിശോധനയ്ക്കും പെരിന്തൽമണ്ണക്കാർ തയ്യാറാകണം. കടന്നുപോയ 4 വർഷക്കാലം മാത്രം ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വികസന കാര്യത്തിൽ നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു? ഐക്യ ജനാധിപത്യ കക്ഷികൾ ഈ നാട് ഭരിച്ച സമയത്ത് പഞ്ചായത്ത് രാജ്യ സംവിധാനത്തിൻ്റെ മഹനീയമായ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ നടത്തിയ ശ്രമം, അതിനടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ശ്രമം കേരളത്തിൽ എവിടെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉം BJP-യും കേരളത്തിൽ രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിനു തെളിവാണ് പല സ്ഥലത്തും BJP സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. സ്ഥാനാർത്ഥി കുടുംബസംഗമത്തിൽ KPCC സെക്രട്ടറി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. MLA മഞ്ഞളാക്കുഴി അലി, മുൻ മന്ത്രിമാരായ AP അനിൽകുമാർ, N സൂപ്പി, DCC പ്രസിഡന്റ് VV പ്രകാശ്, KPCC ജനറൽ സെക്രട്ടറി E മുഹമ്മദ് കുട്ടി, KPCC സെക്രട്ടറി നൌഷാദ് അലി, മമ്മിക്കുട്ടി, ഫസൽ മുഹമ്മദ്, AK നാസർ, കൊളക്കാടൻ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ അഖണ്ഡനാമ ജപയജ്ഞം നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പരിപാടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ക്ഷേത്രങ്ങളിൽ അഖണ്ഡനാമ പാരായണമെല്ലാം ചടങ്ങുകളിൽ ഒതുക്കുകയാണ്. മണ്ഡലകാലത്ത് നാട്ടിൻപുറങ്ങളിലെ മിക്ക ക്ഷേത്രങ്ങളിലും അഖണ്ഡനാമ യജ്ഞങ്ങൾ സജീവമായിരുന്നു. അയ്യഭക്തന്മാരുടെ വലിയ പങ്കാളിത്തമാണ് മിക്ക ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടാറ്. രാവിലെ ഉദയം മുതൽ പിറ്റേ ദിവസം ഉദയം വരെയാണ് അഖണ്ഡനാമ യജ്ഞം നടത്തി വരാറ്. എന്നാൽ ഇത്തവണ ഇതെല്ലാം ചടങ്ങുകളിൽ മാത്രം ഒതുക്കുകയാണ് പല ക്ഷേത്രങ്ങളിലും.
പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ അഖണ്ഡനാമയജ്ഞം ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു യജ്ഞം. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നാമജപയജ്ഞമാണ് ക്ഷേത്രത്തിൽ നടത്തിയത്. സാധാരണ ക്ഷേത്രത്തിൽ 24 മണിക്കൂറാണ് യജ്ഞം നടത്താറ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുമ്പോഴും നടപടികൾ എങ്ങും എത്തുന്നില്ല. കഴിഞ്ഞ ദിവസം 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്നതും പാതയോരത്തെ മാലിന്യം ഭക്ഷിക്കാനെത്തിയ തെരുവുനായ്ക്കൾ കാരണമാണ്. പട്ടാമ്പി ചെർപ്പളശ്ശേരി പാതയിലെ കരിമ്പുള്ളിയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ 2 പേരുടെ ജീവനുകൾ പൊലിഞ്ഞത്. അപകടത്തിനിടയാക്കിയത് പാതയോരത്ത് തള്ളിയ മാലിന്യം ഭക്ഷിക്കാനെത്തിയ തെരുവുനായ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ ചാടിയതാണ്. ഈ പാതയിൽ മാത്രമല്ല പട്ടാമ്പി മേഖലയിലെ പല പാതകളിലും ഇതുതന്നെയാണ് അവസ്ഥ. രാത്രിയും പകലും ഭേദമില്ലാതെ ആളൊഴിഞ്ഞ പാതയോരങ്ങളിൽ മാലിന്യം തള്ളിപ്പോകുന്നു. വാഹനയാത്രക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. മുൻപ് രാത്രിയുടെ മറവിലായിരുന്നു മാലിന്യങ്ങൾ തള്ളിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ നേരങ്ങളിലും മാലിന്യം തള്ളിപ്പോകുന്നുണ്ട്. ഇവ ഭക്ഷിക്കാനെത്തുന്ന തെരുവുനായ്ക്കൾ അടക്കമുള്ളവയുടെ ശല്യവും പാതയിൽ രൂക്ഷമാണ്. പലപ്പോഴും വാഹനയാത്രക്കാർ ഇവയ്ക്ക് മുന്നിൽ അകപ്പെടുന്നതും പതിവാണ്. പാതയോരങ്ങളിൽ മാത്രമല്ല പാതയോരങ്ങളിലെ പാടങ്ങളിലേക്കും തോടുകളിലേക്കും മാലിന്യം തള്ളുന്നതിനും ഒട്ടും കുറവില്ല. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പിയിൽ നിന്നും ചെർപ്പളശ്ശേരിക്ക് പോകുന്ന അണ്ടലാടി പാടമെന്ന അതിമനോഹരമായ ഈ പാടത്ത് വർഷങ്ങളായി വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറവ് മാലിന്യം, കക്കൂസ് മാലിന്യം എന്നിവ തള്ളി ഇവിടെ ജനജീവിതവും യാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. ഈ സംവിധാനത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഇവിടുത്തെ പൊതുജനങ്ങളും കരിമ്പുള്ളിയിലെ മരുതൂരിലെയും എല്ലാ പൊതുജനങ്ങളും വളരെയധികം പരാതികൾ പഞ്ചായത്തിലും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തെങ്കിലും ഒരു നടപടിയും ഈ കാലഘട്ടങ്ങളിലുമായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നലത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കരിമ്പുള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ വളവാണ്. ആ വളവിൽ വണ്ടികൾ അത്യാവശ്യം സ്പീഡിൽ ഇറക്കം വളവും കൂടെയാണ് വരുന്ന ഈ സമയത്താണ് ഇന്നലെ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടായത്. കാരണം ഒരു നായ വന്ന് കുറുകെ ചാടുകയും വണ്ടി കയ്യിൽ നിന്ന് നിയന്ത്രണം പോയിട്ടാണ് ആ അപകടം ഉണ്ടായത്. ഈ വേസ്റ്റാണ് ഇതിനെല്ലാം കാരണം. വേസ്റ്റ് കാരണം നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ അണ്ടലാടിത്തോട് മലിനമസമാകുകയും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കുളിച്ചിരുന്ന തോടാണ്. ആ തോടിൻ്റെ സൈഡിൽ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്കാണ് ആ തോട് മലിനമസമായിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ കൃഷിയുണ്ട് അപ്പുറത്ത്. ആ കൃഷിക്ക് വെള്ളം തിരിക്കാൻ വരുമ്പോൾ ഒരു പണിക്കാരെ പോലും കിട്ടുന്നില്ല ഈ തോട്ടിന് വെള്ളം തിരിക്കാൻ. കാരണം അത്രയും മലിനമായ ജലമാണ്. കാരണം അറവ് മാലിന്യം കക്കൂസ് മാലിന്യമാണ് ഇതിൽ കൊണ്ട് തള്ളുന്നത്. പട്ടാമ്പി ചെർപ്പളശ്ശേരി പാതയിലെ പല ഭാഗങ്ങളിലും മാലിന്യം തള്ളൽ ഇന്നും തുടരുകയാണ്. പാതയോരങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരം പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇനിയും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ തുടരുമെന്നതിൽ സംശയമില്ല. പാടത്ത് ഇന്നലെ വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. 2 മനുഷ്യജീവനുകൾ അതിൽ പൊളിഞ്ഞുപോയി. നമ്മളിതിനു മുന്നേ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടപെട്ടുകൊണ്ട് തന്നെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് എതിരെ ശക്തമായി പറഞ്ഞിരുന്നതാണ്. ഈ മാലിന്യങ്ങൾ തിന്നാനായി നായ്ക്കൾ വരികയും ആ നായ കുറുകെ ചാടി ഓട്ടോറിക്ഷക്കാരൻ കട്ട് ചെയ്ത് ബസ്സിൻ്റെ മുന്നിൽ പെട്ടിട്ടാണ് നമുക്ക് അപകടം ഉണ്ടായത്. ഈ വിഷയങ്ങൾ നമ്മളെ മേലധികാരികളെ ഒരുപാട് തവണ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെങ്കിലും ഇതിന് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ തരത്തിൽ ഇനിയും അധികാരികൾ പോവുകയാണെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം തന്നെ ഇവിടെ തുടങ്ങാൻ വേണ്ടി കരിമ്പുള്ളി കൂട്ടായ്മയും നമ്മളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.